പരിശുദ്ധമായ ശഅബാൻ മാസമാണ് വരുന്നത്. സ്വലാത്തിന്റെ വാർഷിക മാസമാണ്. റമദാനിലേക്ക് കടക്കുകയാണ്. അവസാനമായി ഞാൻ പറഞ്ഞോട്ടെ, പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാത്തവരായ ആരുമില്ല. എല്ലാത്തിനും പരിഹാരമുണ്ട്. ആ പരിഹാരത്തിന്റെ കേന്ദ്രമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി സമയം എഴുന്നേൽക്കുക ഒരു 3-4 മണി സമയത്ത്. ഇപ്പോൾ സുബൈ ബാങ്ക് കുറെ വൈകിയിട്ടാണ്, എന്നാൽ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുക. എന്നിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. ആ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഖിബലയിൽ നിന്ന് അല്പം വലത്തോട്ട് തിരിയുക. അങ്ങനെ തിരിഞ്ഞാൽ അത് പരിശുദ്ധമായ മദീനയിലേക്കുള്ള ഖിബലയാണ്. മദീനയിലേക്കാണ് തിരിയുന്നത്. കഅബയിൽ നിന്ന് ഒരാള്, കഅബയുടെ ഭാഗത്ത് നിന്ന് ഒരാൾ അല്പം വലത്തോട്ട് തിരിഞ്ഞാൽ ആ തിരിച്ചിലുണ്ടാകും നേരെ മദീനയിലേക്കാണ്. എന്നിട്ട് ആരും കാണണ്ട, ആരും അറിയണ്ട, എന്റെ മകൻ നന്നാകണോ, എന്റെ മകള് നന്നാകണോ, ഉമ്മ എത്രമാത്രം കരഞ്ഞാലും എത്രമാത്രം റബ്ബിനോട് ചോദിച്ചാലും ആ റബ്ബ് സ്വീകരിക്കുന്ന ഏറ്റവും നല്ല സമയമാണ്. ആ ഖിബലയിൽ നിന്ന് അല്പമൊന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് ഒരു തവണ പറയണം. എന്നിട്ട് പറയണം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് യാ റസൂലല്ലാഹ് എന്ന് നീട്ടി വിളിച്ചോ. സർവത്തിനും പരിഹാരമാണ്. അനുഭവമാണ് ഈ വിനീതൻ നിങ്ങളോട് പറയുന്നത്. ആധിക്യത്തിന്റെ വേദനയുടെ ആധിക്യം കൂടുന്നതിനനുസരിച്ച് യാ റസൂലല്ലാഹ് എന്ന വിളിയും കൂട്ടിക്കോ. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. മല പോലത്തെ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. എത്ര വലിയ മയക്കുമരുന്ന് കഴിക്കുന്ന മകനായാലും ആ മകന്റെ ഖൽബ് നന്നാവാനുള്ള വിളിയാണ്. ഉത്തരം അവിടെയുണ്ട്. കടമാണോ, ജോലിയില്ലാത്തതാണോ, മക്കളില്ലാത്തതാണോ, വീടില്ലാത്തതാണോ, അതേ വിവാഹപ്രായമെത്തിയ മക്കളാണോ, സർവത്തിനും പരിഹാരമാണ്. പാതിരാത്രി സമയം ആരും കാണണ്ട, ആരും അറിയണ്ട. ഇരുട്ടിന്റെ റൂമിന്റെ അറകളിലാണ് ഞാനും എന്റെ റബ്ബും മാത്രമാണ് കാണുന്നത്. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് വിളിച്ചോ. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. എത്ര ആളുകൾക്കാണ് പരിഹാരമുണ്ടായത്. അല്ലാഹു നമുക്ക് ആ പരിഹാരം തരട്ടെ.